ഇതിൻ്റെ പേരെന്താ പക്ഷേ ഈ പൂവിൻ്റെ? റഷാങ്ങാലിയോ? ഈ ചൈനീസ് റഷാങ്ങാലി. കണ്ടോ പെറ്റൽസ്? അവരുടെ ചൈനക്കാരി സ്ത്രീകളുടെ സ്കിന്നിൻ്റെ കളറായത്. കണ്ട് ഇതിൻ്റെ പേര് ഐശ്വര്യമായിട്ട് നിൽക്കുന്നുണ്ടോ? കേരളത്തിലെ ലിജോ ജോൺ സാർ എന്ന് പറഞ്ഞ ഒരാൾ ഹൈബ്രിഡ് ചെയ്തെടുത്ത താമരയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ വേണമെങ്കിൽ മഹേഷിനെ സമീപിക്കണം. ഇപ്പോൾ ഇല കൊഴിഞ്ഞൊരു മരം നിൽക്കുന്നുണ്ടോ? മരം അടുത്ത് പോയി നിന്ന് ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാം. ഇതാണ് താന്നി. നാട്ടുമ്പുറത്തുകാർക്ക് മിക്കവാറും ഉള്ളവർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയായിരിക്കും. ഈ നമ്മുടെ കാവുകളും കാടും ഒക്കെ ഉള്ള സ്ഥലത്ത് ചാരെന്ന് പറഞ്ഞൊരു മരം നിൽപ്പുണ്ട് ഈ നാട്ടിൽ. ആ മരത്തിൻ്റെ അടുത്ത് നമ്മൾ അറിയാതെ പോവോ വല്ലതും ചെയ്താൽ നമ്മളെ പൊള്ളും. ഇങ്ങനെ ചൊറിച്ചിലൊന്നുമല്ല, പൊള്ളും. ചൊറിച്ചും പൊള്ളി എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തെല്ലാം അങ്ങ് നീര് വെക്കും. മുഖവും കണ്ണും ദേഹവും എല്ലാം അങ്ങ് നീര് വെക്കുവേ. നമ്മുടെ ഈ പുഴുവൊക്കെ ആട്ടുമ്പം അതിൻ്റെയൊക്കെ ഭീകര രൂപമാണ്. അപ്പോൾ അങ്ങനെ പൊള്ളുമ്പോൾ ഈ ചാരിന് വലം വെക്കണം വന്ന്. ഈ താന്നിക്ക് വലം വെക്കണം. താന്നി മരം ചാര് പൊള്ളിയ താന്നിക്ക് വലം വെക്കണം. ഉറപ്പിന് പോകുന്ന ചേച്ചിമാരും അമ്മമാരും ഒക്കെ ഇങ്ങനെ അറിയാതെ കാടൊക്കെ തെളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ചാരുമരത്തിൻ്റെ അടുത്ത് പോയാലുണ്ടല്ലോ, ഞങ്ങളുടെ ഇവിടെ വരും. വന്നിട്ട് 101 തവണ എങ്ങാണ്ട് വലം വെക്കും. അത് വലം വെക്കുമ്പോൾ അതിന് പറയുന്ന ഒരിതുണ്ട്. അത് ഞാനിപ്പോൾ അച്ഛനോട് ചോദിച്ചിട്ട് പറയാവേ. അപ്പോൾ അത് മാറും. നമ്മൾ വേറെ മരുന്നൊന്നും പുരട്ടുമൊന്നും വേണ്ട. അങ്ങനെയുള്ളൊരു മരമാണിത്. ഇത് അച്ഛൻ കൊണ്ട് നട്ട് പിടിപ്പിച്ച. കാരണം പണ്ട് മനുഷ്യേട്ടൻ ഇതുപോലെ ഫുട്ബോൾ കളിക്കാൻ പോയപ്പോഴും എങ്ങാണ്ട് ചാര് പുള്ളി. അങ്ങനെ ഇവർ പിന്നെ അങ്ങ് നടന്നങ്ങ് ഒത്തിരി ദൂരെ അവിടെ കൊണ്ടുപോയി. അവിടെ ഉണ്ടായിരുന്ന താന്നി. ആ താന്നി മരത്തിന് ചുറ്റാൻ പോയി അച്ഛനും മോനോട്. അപ്പോൾ അവിടെ നിന്നൊരു തൈ പറിച്ചു കൊണ്ടുവച്ചതാണ്. കാരണം ഇനി ആർക്കെങ്കിലും സംഭവിച്ചാൽ ഇങ്ങനെ ഇത്രയും നടന്നു പോകണ്ടെന്നും പറഞ്ഞു. നാട്ടിൻപുറത്ത് ഇങ്ങനെയൊക്കെ എന്തൊക്കെ വിശേഷങ്ങളുണ്ടെന്നറിയാമോ? നമ്മുടെ സൂര്യച്ചാര് വരുന്നുണ്ടോ? സൂര്യച്ചാര് ചുട്ടു പൊള്ളിക്കാൻ ഇങ്ങനെ പതുക്കെ പുള്ളി നൈസായിട്ട് വരുവാ. നല്ല ഇങ്ങനെ കയറി വരുവാ. നല്ല മൃദുവായിട്ട് അങ്ങനെ പറയണം. രാവിലെ ഇനി അങ്ങോട്ട് ചുട്ടു പൊള്ളിച്ച് മനുഷ്യരെ വിയർപ്പിച്ച് ചാരച്ചം പൊള്ളിച്ചത് താന്നിയമ്മ പൊറുക്കണം അങ്ങനെ പറയുന്നത് കേട്ടോ.